Okay, Miss. Good morning, dear children. Good afternoon, Miss. Good afternoon, ആയല്ലേ? 12 കാലായില്ലല്ലേ? ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ട. നിങ്ങൾ ഇടയ്ക്ക് പറയാറില്ലേ? സാരമില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ ഇന്ന്. ഫസ്റ്റ് ക്ലാസ് മിസ്സായി പോയി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അസംബ്ലി ഇന്ന്? Good morning. Good afternoon, Miss. Good afternoon. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? സൗണ്ട് ആണ് ഇവിടെ, നമ്മളൊന്ന് മ്യൂട്ട് ചെയ്യാം. I am good. നന്നായിട്ട് പോകുന്നു. Today today is Hindi day. Hindi day ആണ് ഇന്ന്. നമ്മൾ ഇവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് മിസ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിന് afternoon. Okay, then all of you take your textbook. നമുക്ക് ഒരു പീരീഡേ ഉള്ളൂ ഇനി. പെട്ടെന്ന് പഠിച്ച് നമുക്ക് നല്ലൊരു പുതിയ റൈംസ് വന്നിട്ട് ഒരു റൈം വന്നിട്ടുണ്ട് അല്ലേ? റൈംസ് അല്ല, റൈം വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കേൾക്കാൻ. കുറെ പേര് എന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത് പാടണം ലാസ്റ്റ്. All of you take your textbook. ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താന്നുള്ളത് റിവൈസ് ചെയ്യാം. Take page number 33. Page number 33. Take fast. All of you present your name. Type your name. Chat box. Type your name in chat box. ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. മിസ് പറഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത്, ഒന്നിൽ കൂടുതൽ തവണ വേണ്ട കേട്ടോ. ओके. का से कबूतर, खा से खबर, गा से गमला, खा से घर, गा वर्ण होता खाली, मिलकर बजाओ ताली, चा से चम चम, छा से चर, जल चल जल का चरना चर चर चर, या वर्ण होता खाली, मिलकर बजाओ ताली, टा से टमाटर, ठा से टहर, बजे डमरू डपली गाव शहर, ना वर्ण होता खाली, मिलकर बजाओ ताली. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വ്യഞ്ജൻ ത ഥ ദ ഥ ന. ത സേ തബല, ഥ സേ ഥൻ, ദ സേ ദർജി, ഥ സേ ഥൻ, ना से नमन करती लाली, मिलकर बजाओ ताली. ता से तबला, था से थन, दा से दर्जी, था से थन, ना से नमन करती लाली, मिलकर बजाओ ताली. ओके. അതിന്റെ ത ഥ ദ ഥ ന ഈ ഈ ലെറ്ററിന്റെ ഈ ലെറ്റേഴ്സിന്റെ വേർഡ്സ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പേജ് നമ്പർ നമ്മൾ എവിടെ വരെയാ പഠിച്ചത്? ടാസെ ടമാട്ടർ, ടാസെ ടഹർ അത് പഠിച്ചോ? ഇല്ലല്ലോ. പഠിച്ചോ? നോ, ഇല്ല. ഒന്ന് ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ തോന്നല്ലേ? ആണോ? എവിടെ വരെ നമ്മളന്ന് എടുത്ത് ഓർക്കുന്നുണ്ടോ? ചാസെ ചമ്മച്ച്, ചർക്ക, ചമേലി എഴുതിയതല്ലേ? ഹോംവർക്ക് ചെയ്തല്ലേ അത്? യെസ്.
ഛ സെ ഛബല ഛണ്ട ചടി. ഓക്കെ, അത്രയും ഫിനിഷ് ആയതാണ്. ടേക്ക് പേജ് നമ്പർ 42. ആ വർക്ക് കംപ്ലീറ്റ് ആണോ നിങ്ങളുടെ? പേജ് നമ്പർ 42 അഭ്യാസ് കംപ്ലീറ്റ് ആണോ? യെസ്. ഓക്കെ, then listen. Ta se टमाटर, tha se ठप्पा, da se डलिया, tha se टपली, na se चरण. ഇത് എടുത്തതല്ലേ, വായിച്ചു തന്നതാണ്. Is it correct? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വായിച്ചതാണോ നമ്മള്? ഏഞ്ചൽ വായിച്ചു, ഒരു പ്രാവശ്യം വായിച്ചു. ഏഞ്ചല് പ്ലീസ് അൺമ്യൂട്ട്. വൺസ് മോർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് ഏഞ്ചല്. എന്താണ് ഏഞ്ചൽ പറഞ്ഞു? ഏത് ക്വസ്റ്റ്യൻ കിട്ടാത്തത്? മത്തങ്ങയും മുതലിയോ? എന്താ അതിന് ഹിന്ദിയിൽ പറയാ, അറിയോ? കദ്ദു. കദ്ദു എന്ന് അവിടെ കൊടുത്തിട്ടില്ലേ? ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മോള് ആ മോളുടെ പിക്ചർ ഒന്ന് കാണിച്ച് ഏതാന്ന് എഴുതാത്തത്? ഏതാണ് കദ്ദു എന്നുള്ളത്? അവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. രണ്ടാമത്തത് നമ്മള് എന്താണ്? ക്രൊക്കോഡൈൽ ആണല്ലേ. ക്രൊക്കോഡൈലിന് ഹിന്ദിയിൽ ഖഡിയാൽ എന്നാണ് പറയാ. ഖഡിയാൽ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ. എവിടെയാണത്? ഇവിടെ ഇല്ല അല്ലെ. ഖഡിയാൽ എന്നുള്ളതിന് ഫസ്റ്റ് ഡാഷ് ഇട്ടെടുത്ത് നിങ്ങൾ നാലാമത്തെ ഖായില്ലേ, നാലാമത് കാണുന്ന കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ടാറ്റ ഡാറ്റ എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ട് പോയതാണ്. Take your textbook page number 43. Take page number 43. Ta se tomato, ta se thappa. Tomato means tomato. Thappa stamp. Seal വെക്കുന്നില്ലേ, അതാണ് seal. Stamp എന്ന് പറയുന്നത്. Thappa. Ta se dalia. Dalia basket. Ta se tafali. Tafali എന്നാണ് നമ്മൾ UKG പഠിച്ചത് അല്ലേ? ടഫലി. ടഫലി എന്നും പറയാ, ടഫലി എന്നും പറയാ. ഇപ്പൊ ടഫലി എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് ദഫ് മുട്ടുന്ന അതിന് ഉപകരണത്തിനാണ് നമ്മള് ടഫലി എന്ന് പറയാ. നാസെ ചരൺ. ചരൺ മീൻസ് ഫീറ്റ്. കാൽപാദമില്ലേ, അതാണ് ഫീറ്റ്. ടാറ്റ ഡാറ്റ ണ. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഡായ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ടാണ്. അപ്പൊ അത് ഡാസെ സടക്ക്. അപ്പൊ അത് പറയുമ്പോ നമ്മള് SARAK എന്ന് അവിടെ പ്രൊനൗൺസ് കൊടുത്ത് കണ്ടോ നിങ്ങള്? അപ്പൊ ആ ഡായ എഴുതിട്ട് അതിന്റെ അടിയിൽ ഡോട്ട് ഇട്ടാൽ നമ്മൾ എന്നുള്ളൊരു ഉച്ചാരണ വരുന്നത്. സരക്ക് എന്നൊക്കെ പറയും. സരക്ക്. നിങ്ങൾ സടക്ക് എന്ന് പറഞ്ഞ കുഴപ്പമില്ല. നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ മാറ്റി പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ സടക്ക് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഡായ എഴുതുമ്പോൾ അതിന്റെ അടിയിൽ ഡോട്ട് ഇടണം. സടക്ക് മീൻസ് റോഡ്. അതുപോലെ തന്നെ ഠാ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? അപ്പം അവിടെ നോക്കിയേ, ഠാ എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താ വന്നിരിക്കുന്നേ? RH എന്നാ വന്നിരിക്കുന്നത്. RH അല്ലേ? RH എന്നൊരു നമ്മൾ എന്താ പ്രൊനൗൺസ് വരിക? പഠന എന്നുള്ളതിന് നമ്മൾ കുറച്ചൊരു അതിന്റെ അത് സൈലന്റ് ആയിരിക്കും. നമുക്കത് ഇപ്പൊ പറഞ്ഞാൽ അത് കിട്ടില്ല. അത് പഠന തന്നെ നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങളിപ്പോ. പഠന മീൻസ് റീഡിങ്.
അപ്പം ആ ബ്രാക്കറ്റിലുള്ള അതുപോലെ നമുക്ക് പറയാൻ കിട്ടില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ, കുഴപ്പമില്ല. ഡാ സെ സടക്ക്, ഠാ സെ പഠിന. പഠിന എന്ന് പറയുമ്പം മിസ്സിന്റെ വായില പ്രൊനൗൺസ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് വരുമല്ലോ. നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ടാറ്റ ഡാറ്റാണ. പക്ഷെ അത് നമ്മൾ കുറച്ച് ഹാർഡായിട്ട് പറയുമ്പോൾ ആ പ്രൊനൗൺസ് വരും. ഇപ്പൊ ഓരോ ലെറ്ററിന് ഓരോ പ്രൊനൗൺസ് എന്ന് പറഞ്ഞില്ലേ, കുറച്ച് വലുതാകുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. താഴെ ലിഖോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ അക്ഷരങ്ങൾ ഒന്ന് എഴുതാനാ പറഞ്ഞത്. ഡ ഠ. ടാ സെ ടബ്. ശബ്ദകോശ് ടാ സെ ടബ് ടഹനി. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇപ്പം ഈ അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. ടാ സെ ടബ് ടഹനി, ടാ സെ ടഡേര ടഹർ, ഡാ സെ ഡമരു ഡബ്ബ, ഠാ സെ ഠക്കൻ ഠോലക്. വീണ്ടും അവിടെ ഡാ എന്നുള്ളത് വന്നു അല്ലെ. ഡാ സെ ജഡ് ലടുക്കി, ഠാ സെ ടൂട്ടിന ഗാഠ. അങ്ങനെ തന്നെ വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ പ്രൊനൗൺസ് കിട്ടില്ല അത് പറയാം. ഒന്നുകൂടെ വായിച്ചുതരാം, കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട് വാക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വായിക്കാൻ കിട്ടുന്ന പെൻസിൽ കൊണ്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. മിസ് വായിച്ചു തരുമ്പോ ഫസ്റ്റ് വേർഡ് ഈസ് ടാ സെ ടബ് ടഹനി. ടഹനി എന്നുള്ള വാക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മലയാളത്തിൽ ടഹനി എന്ന് എഴുതി വെക്കണം. ടാ സെ ടബ് ടഹനി. ടബ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ടബ് തന്നെ, ബാത്ത് ടബ് ഇല്ലേ നമ്മൾ കുളിക്കുന്നതിന് ഉപയോഗിക്കുന്നേ, അത്. ടഹനി മീൻസ് ബ്രാഞ്ച്, ശാഖ. ഠാ സെ ടഡേര ടഹർ. ഠാ സെ ടഡേര. ടഡേര മീൻസ് ടിങ്കർ. എന്താണ്? കൊടമൊക്കെ ഉണ്ടാക്കുന്ന ആള്. ടഹർ സ്റ്റോപ്പ്. ഡാ സെ ഡമരു ഡബ്ബ. ഡബ്ബ മീൻസ് നമ്മൾ സാധാരണ പറയുന്നല്ലേ വീട്ടിലൊക്കെ, ഡബ്ബയില്ലേ ബോക്സ്, അതിന് ഡബ്ബ. ഡമരു എന്ന് പറഞ്ഞാൽ ഡമരു തന്നെ, ഡ്രം, സ്മോൾ ഡ്രം, അതാണ്. ഠാ സെ ഠക്കൻ ഠോലക്. ഠാ സെ ഠക്കൻ. ഠക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഡ്, ഇതിന്റെ അടപ്പില്ലേ, വലിയ പാത്രത്തിന്റെ അടപ്പിനാണ്, ആ മൂടി വെക്കുന്ന ആ അടപ്പിനാണ് ഠക്കൻ എന്ന് പറയാ, ലിഡ്. ഠോലക്. ഠോലക് മീൻസ് ഡ്രം. ഡാ. ഡാ സെ ജഡ്. ജഡ്. ജഡ് മീൻസ് റൂട്ട്. ലടുക്കി ഗേൾ, ലടുക്കി. ഠാ സെ ടൂട്ടിന. ടൂട്ടിന. ടൂട്ടിന, അതായത് ടൂ എന്ന് എഴുതുമ്പോൾ മുകളിൽ ഒരു ചന്ദ്രക്കല ഉണ്ടല്ലേ, ചന്ദ്രബിന്ദു എന്ന് അതിന് പറയാ ഹിന്ദിയില്. മലയാളത്തിൽ ചന്ദ്രകല എന്ന് പറയും, ഹിന്ദിയിൽ ചന്ദ്രബിന്ദു. ടൂട്ടിന എന്ന് പറഞ്ഞാൽ സെർച്ച്. ഗാഢ. ഗാഢ എന്ന് പറഞ്ഞാല് ഗാഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളത്, തിക്കായിട്ടുള്ളത്. ഗാഢ, തിക്ക്. ടാ സെ ടബ് ടഹനി, ഠാ സെ ടഡേര ടഹർ, ഡാ സെ ഡമരു ഡബ്ബ, ഠാ സെ ഠക്കൻ ഠോലക്, ഡാ സെ ജഡ് ലടുക്കി, ഠാ സെ ഠൂട്ട്ന ഗാഢ. അപ്പൊ നമുക്ക് ഇന്ന് വായിച്ചു കേൾക്കണം അല്ലെ. അതിനു മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് നോട്ട് ബുക്കില്, അവിടെ നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട ടെക്സ്റ്റ് ബുക്കില് ടുഡേ 14th September അല്ലേ, 14th September, റൈറ്റ്. രണ്ട് സൈഡിൽ എഴുതുക, റീഡ് 5 times എന്നൊക്കെ എഴുതുക, റീഡ് 3 times or 5 times. ഒരു 3 പ്രാവശ്യമൊക്കെ ഇത് വായിക്കാം. എങ്ങനെയാ വായിക്കണ്ടേ? ടാ സെ ടമാട്ടർ, ഠാ സെ ടപ്പ. അപ്പൊ ഈ ഡോട്ട് ഇട്ടതിന്റെ മുകളിലൂടെ നിങ്ങൾ അത് ഹോംവർക്ക് ചെയ്യണം. സൈഡിലായിട്ട് HW എന്ന് എഴുതുക. ടാ സെ ടമാട്ടർ, ഠാ സെ ടപ്പ,
ഡ സെ ഡലിയ, ഠ സെ ടഫലി. നെയ്ജൽ എന്താണ്? മിസ്സേ, ഈ അക്ഷരത്തിന്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് മാത്രം നോട്ടിലേക്ക് എഴുതിയാൽ മതിയോ, അതെയോ ഇവിടെ കൊടുത്തേക്കുന്നത് കൂടെ എഴുതണോ? അക്ഷരത്തിന്റെ കൂടെയുള്ളത് നോട്ടിലേക്ക് എഴുതിയാൽ മതിയോന്നാ? അത് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഹോംവർക്ക് ഈ ഡോട്ട് ഇട്ടതിന്റെ മുകളിലൂടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ ഹോംവർക്ക്. നെക്സ്റ്റ്, ഡ സെ ഡലിയ, ഠ സെ ടഫലി, ന സെ ചരൺ. ഈ വാക്കുകളെല്ലാം നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഈ പിക്ചർ തരും. പിക്ചർ തന്നിട്ട് ഈ വാക്ക് എന്താണെന്ന് എഴുതാനുണ്ട്. അപ്പൊ ഈ പിക്ചേഴ്സിന്റെ വാക്കുകൾ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിക്കണം. അങ്ങനെയല്ലേ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിന്റെ വാക്കുകൾ, പിക്ചർ കൊടുത്തിട്ടുള്ള വാക്കുകൾ നന്നായിട്ട് എഴുതി പഠിക്കണം. അതൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. അങ്ങനെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും നാളും. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ വാക്കുകളില്ലേ, അതായത് പേജ് നമ്പർ 45-ല് ശബ്ദകോശ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എഴുതണം. എങ്ങനെയാ ഒരു പ്രാവശ്യം എഴുതുക? ടാ സെ ടബ് ടഹനി, ഠ സെ ഠഡേര ടഹർ. നിങ്ങൾ ഇംഗ്ലീഷ് മീനിങ് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പോ, പക്ഷെ പറഞ്ഞു പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങള് ടാ എന്ന ലെറ്ററിന്റെ 2 വാക്കുകൾ എഴുതി പഠിക്കാം. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് വാക്കുകൾ പരിചയപ്പെടുവാണ് ചെയ്തത്. UKG നമ്മൾ അക്ഷരങ്ങൾ പരിചയപ്പെട്ടു പഠിച്ചു വന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ആ അക്ഷരങ്ങളിൽ ചേർത്തുള്ള വാക്കുകളാണ് പഠിക്കുന്നത് ഫുള്ളായിട്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ചിഹ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓരോ പാഠത്തിലും. അപ്പൊ ഇപ്പൊ നിങ്ങൾ വാക്കുകൾ നന്നായിട്ട് എഴുതി പഠിക്കണം. എഴുതിയാകുമ്പോൾ അത് പഠിച്ചോളൂ. അപ്പം ഫസ്റ്റ് നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ട കാര്യം എന്താ പറഞ്ഞത്? ഫസ്റ്റ് പേജ് നമ്പർ 43-ലുള്ളത് ടാ സെ ടമാട്ടർ, ടാ സെ ടപ്പ, ഡ സെ ഡലിയ, ടാ സെ ടഫലി, ന സെ ചരൺ. പിന്നെ വീണ്ടും വരുന്നത് ഡ സെ സടക്ക്, ഠ സെ പഠിന. ഈ വാക്കുകൾ നിങ്ങൾ ഒരു 5 പ്രാവശ്യം വെച്ച് നോട്ട് ബുക്കിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. കാരണം എക്സാമിന് നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് ഉള്ള വാക്കുകളാണ് കൂടുതലും വരിക. ശബ്ദകോശിൽ കാണുന്ന ഈ വാക്കുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇനി അതിലൊരു ഡൗട്ടും വരാനില്ല. പിന്നെ ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കണം മിസ്സിനെ. അപ്പൊ അതിന്റെ അഭ്യാസം കൂടെ നമുക്ക് ഇപ്പൊ ചെയ്തു തീർക്കാം. പേജ് നമ്പർ 46. ചിത്രം के नाम के पहले वर्ण पर गोला लगाओ. താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറിന്റെ ഫസ്റ്റ് ലെറ്റർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു പിക്ചർ കാണുന്നത്. നമ്മളെപ്പോ ഇവിടെ പിക്ചർ തരുമ്പോൾ പിക്ചറാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ലിസൺ. അവിടെ ഒരു കല ഉണ്ടാക്കുന്ന ആളെ കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ അയാൾ പഠിച്ചത്? ടഡേര എന്നാ പഠിച്ചത് അല്ലേ? ഠ സെ ടഡേര. അവിടെ ഇപ്പൊ 3 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടായും ഉണ്ട്, ടായും ഉണ്ട്, ഡായും ഉണ്ട്. ഏത് ലെറ്റർ ആണെന്ന് നമുക്ക് അറിയോ? നമ്മൾ പഠിച്ചു അല്ലെ, എഴുതി പഠിച്ചു. അപ്പൊ അവിടെ റെഡ് കളറില്ല, നിങ്ങൾക്ക് സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ? ഠ സെ ഠഡേര ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തെ പിക്ചർ എന്താണ്? താഴെ കാണുന്ന നോക്കിയേ, നിങ്ങള് പറയാൻ പറ്റുമോ? സമയത്തേക്ക് പറയാൻ പറ്റുമോ? അറിയില്ല. രണ്ടാമത്തെ പിക്ചർ എന്താണിത്? ഡഫലി അല്ലേ? അത് ഡഫലി, ദഫ് മുട്ടുന്ന ആ ഒരു ഉപകരണം, ഡഫലി. അപ്പം നമ്മള് നടുക്കുള്ള ഡായിക്കാണ് നിങ്ങൾ സർക്കിൾ കൊടുക്കേണ്ടത്.
താഴോട്ട് നോക്ക്, താഴോട്ട്. അല്ല, ബ്രെഡിൻ്റെതല്ല മോളെ ഞാൻ പറഞ്ഞത്. ഇത് ദിസ് വൺ. ആ, ഡഫലിയാണ്. ഡഫലി എന്ന് പറയുമ്പോ നമ്മള് നടുക്കുള്ള ഡായാണ് അല്ലേ? പ്രിയങ്ക എന്താണ് പേജ് നമ്പറാ? പേജ് നമ്പർ 46. അപ്പൊ ഡായ്ക്ക് സർക്കിൾ ചെയ്യാം. പിന്നെ ബ്രെഡ് കാണുന്നുണ്ടല്ലേ? ആ ബ്രെഡിന് എന്താണ് ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കില് കുറേ പിക്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോലെ കുറെ പിക്ചേഴ്സ് ആയിരുന്നു. ഇതിന് മുമ്പായിട്ട് നമുക്ക് ഞാനത് വിട്ടുപോയി, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നില്ലേ പേജ് നമ്പർ 31-ല്? പേജ് നമ്പർ 31-ല് ഈ ഇതൊരു കൺഫ്യൂഷൻ വന്നിരുന്നു എന്നല്ലേ? അത് ചെയ്തിട്ടില്ല. കുറച്ച് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു, അന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാന്ന് വെച്ച് ഞാൻ വീണ്ടും മറന്നുപോയി. വേറെ ആരും എന്നോട് ചോദിച്ചതുമില്ല, വിട്ടുപോയി. ഇപ്പൊ അത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതെന്താന്നറിയോ? അവിടെ നിങ്ങള് പേജ് നമ്പർ 31-ലെ ആ വർക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഫസ്റ്റ് ഉങ്കലിയ തന്നിരിക്കുന്നല്ലേ? നടുക്ക് ബോക്സിൽ ആന്നുള്ള ലെറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ ഉങ്കലി എന്നുള്ളതിന് നമ്മൾ ഊസേ ഉങ്കലി എന്നാ പഠിച്ചത്. പക്ഷെ ഇവിടെ ആന്നുള്ള ലെറ്റർ ചേർത്തിട്ടുള്ള വാക്കാ വേണ്ടത്. അപ്പം അങ്കുലി എന്ന് പറയാറുണ്ട്. ഹിന്ദിയില് വിരലിന് അങ്കുലി എന്ന് പറയാറുണ്ട്. അപ്പൊ സേ അങ്കുലി. അപ്പം അമ്മിന്റെ അടുത്തുനിന്ന് ആ ഫിംഗറിലോട്ട് മാച്ച് ചെയ്യാം. നിങ്ങൾ ആ വർക്ക് ചെയ്യാതിരുന്നിട്ട് മിസ്സിനോട് അതൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. മിസ് അത് പെട്ടെന്ന് മറന്നുപോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ വരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാനത് വിട്ടുപോയി. നിങ്ങൾ ആരും ചോദിച്ചതുമില്ല. പിന്നെ അങ്കൂർ കിട്ടി അല്ലേ? അംസെ അങ്കൂർ മാച്ച് ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് ഒരു സൺ ആണ് അല്ലെ? സൺ ഉദിച്ചു വരുന്ന പിക്ചറാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് പിക്ചറുമാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ അതായത് മോർണിംഗ് ആണ് വരുന്നത്. മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താ? സൂര്യൻ ഉദിച്ചു വരുന്നതാണ് മോർണിംഗ് പിക്ചർ കാണിക്കുന്നത്. അപ്പൊ പ്രാതഃ എന്നാണ് നമ്മള് ഹിന്ദിയില് മോർണിംഗിന് പറയാ. അപ്പൊ എഴുതിയിട്ട് 2 ഡോട്ട് ഇടുമ്പോഴാണ് നമ്മള് പിന്നെ ഡോട്ടിന്റെ ഉച്ചാരണം എന്താണ്? പ്രാതഃ എന്ന് പറയുന്നതിന്റെ എന്നുള്ള ഉച്ചാരണം കൊണ്ടാണ് അവിടെ ആ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ എന്നുള്ളതിന്റെ പിക്ചറിലേക്ക് വരയ്ക്കാം. അതായത് രണ്ടാമത്തെ എന്നുള്ളത് ആ സൂര്യൻ ഉദിച്ചു വരുന്ന പിക്ചറിലോട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ എന്തിനാ ഈ ടോർട്ടോയ്സിന് കൊണ്ടുപോയിട്ട് ആരോ മാർക്ക് ഇട്ട് കൊടുത്തെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞു തരാത്തതിന്റെ കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് അർത്ഥമാക്കിയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ പേജ് നമ്പർ 30-ൽ കണ്ടോ? ഇത് കണ്ടോ? ശനൈഹ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? മെല്ലെ മെല്ലെ നടക്കുന്നതിനാണ് നമ്മൾ ശനൈഹ എന്ന് പറയാ. അപ്പൊ ഇവിടെ ഈ ടോർട്ടോയ്സിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ശനൈഹ ആ ഉച്ചാരണത്തിൽ പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള രണ്ടാമത്തെ ലെറ്ററിന് അവർ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫസ്റ്റ് ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാകാത്ത പോലെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഞാൻ അത്രയധികം പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കി ഞാനത്. നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ആ പിക്ചർ ഉദ്ദേശിക്കുന്നത് ആ ഉച്ചാരണം വരുന്ന വാക്കിന് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഇവിടെ വന്ന റോട്ടിയാണത് വരിക. ബ്രെഡിന് നമ്മൾ ഹിന്ദിയിൽ റോട്ടി എന്നാണ് പറയാ. റൊട്ടി പറയുന്നില്ലേ? അതാണ് വരിക. പക്ഷെ ഇവിടെ എന്താ വന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. നിങ്ങൾ എന്നോട് അടുത്ത ആഴ്ച വരുമ്പോ അതൊന്ന് ഓർമ്മിപ്പിക്കണം. നെക്സ്റ്റ് നോക്കി അതിന് താഴെ ആരാണ്? അഫ്രീൻ പറയാം. സടക്ക് എന്നാണ് അവിടെ. സടക്ക് റോഡാണ് അവിടെ കാണുന്നത് അല്ലേ? പക്ഷെ അവിടെ
ഡാക്കിയ എന്നുള്ള പോസ്റ്റ്മാൻ്റെതാണ് അവിടെ ഉള്ളത്. പക്ഷെ പോസ്റ്റ്മാൻ അല്ല അവിടെ ഉള്ളത്. അവിടെ ഒരു ആരാണുള്ളത്? ട്രാഫിക് പോലീസ് ആണ് ഉള്ളത് അല്ലെ. പക്ഷെ ആ പിക്ചർ കറക്റ്റ് അല്ല. റോഡാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പം എന്നുള്ളതിന് അവിടെ ഡോട്ടും ഇല്ല. ടെക്സ്റ്റ് ബുക്കിലെ മിസ്റ്റേക്ക് ആണത്. ഓക്കെ, ഞാൻ ഡോട്ട് ഇടുന്നു. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്ന മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുക. അതപ്പോ സടക്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഡായാണ് നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത്. ഓ, സ്റ്റോപ്പ്. സ്റ്റോപ്പിന് എന്താ നമ്മൾ പഠിച്ചേ? ടഹർ. ആരാ എനിക്കത് പറഞ്ഞു തന്നെ ഇപ്പോ? പ്ലീസ് ടൈപ്പ് യുവർ നെയിം. ഞാനാണോ പറഞ്ഞേ? ആണോ? അല്ല, അഡോൺ. അഡോൺ ആണോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. ആരായാലും അത് പറഞ്ഞു തന്നതിന് താങ്ക് യു. അപ്പൊ അവിടെ ആ സ്റ്റോപ്പ് എന്നുള്ള ട്രാഫിക് പോലീസിന് സ്റ്റോപ്പ് എന്ന് പറയുന്ന പിക്ചറാണ് അവിടെ. അപ്പൊ എന്താ നമ്മൾ സ്റ്റോപ്പിന് പഠിച്ച വാക്ക്? കുറച്ച് ടഫ് ആയിപ്പോയി നിങ്ങൾക്ക് തന്ന പിക്ചർ. ടഹർന്നാ പഠിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ടായ്ക്കാണ് സർക്കിൾ കൊടുക്കേണ്ടത്. ഞാൻ ശരിക്കും അത് റോഡാന്നാ വിചാരിച്ചു കേട്ടോ. ആൽബർട്ട് സ്കറിയ. ടഫലിയുടെ മിസ് പറഞ്ഞ തേർഡായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പിക്ചർ ഇല്ലേ? അതെ അതെ, ഞാൻ ഏതാ പറഞ്ഞേ? സെന്ററാ പറഞ്ഞത്. ടഫലി മൂന്നാമതിലാണെന്നാണ് വേണ്ടത്. താങ്ക് യു. മൂന്നാമത്തേത്. ഇടയ്ക്ക് നമുക്ക് മിസ്റ്റേക്ക് വരാം. ഓക്കെ, ദേവപ്രിയ. ദേവപ്രിയ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേവപ്രിയ എവിടെ? വേർ ഈസ് ദേവപ്രിയ? ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അതല്ലോ അൺമ്യൂട്ട് ചെയ്യ് ദേവപ്രിയ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ളതൊക്കെ ആയോ? ഇല്ല. ഫസ്റ്റ് വേർഡ് ടഡേര എന്നുള്ളതിന്റെ റെഡ് മാർക്കിൽ തന്നിട്ടുണ്ട്. അതിന്റെ താഴത്തെ ടഫലി, മൂന്നാമത് കാണുന്ന ഠായാണ് സർക്കിൾ ചെയ്യേണ്ടത്. മിസ് പറഞ്ഞ തെറ്റിപ്പോയി, സോറി. ആ ബ്രെഡിന്റെ റൊട്ടി എന്നാണ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഏഞ്ചൽ പ്ലീസ് വെയിറ്റ്. എന്താണ് ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ? എന്താണ് ഏഞ്ചൽ? അൺമ്യൂട്ട് ചെയ്യേ. രണ്ടാമത്തേത് ഉദ്ദേശിക്കുന്ന ഏതാ? പിക്ചർ കാണിച്ചേ മോള്. ഡഫലി മൂന്നാമത് കാണുന്ന അക്ഷരമാണ്. നമ്മൾ ഒന്ന് ജസ്റ്റ് മുൻപത്തെ പേജിൽ മറച്ചു നോക്കിയാൽ മതി അല്ലേ? ഈ പേജിൽ നിന്ന് മറച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന. മിസ് ചിലപ്പോ പറയുമ്പോ അതൊക്കെ മാറിപ്പോവും. അപ്പൊ നിങ്ങളൊന്ന് മുമ്പിലോട്ട് നോക്കണം. മിസ്സിനും തെറ്റ് പറ്റാം. കുറേ പറഞ്ഞ് ഞാൻ മിസ് പറയുന്നത് എന്താന്ന് മിസ് ശ്രദ്ധിക്കുന്നില്ല. അതാണ് പറ്റിയത്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ തെറ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അടുത്തത് ക്രാഫ്റ്റ്മാൻ. എന്താണ് അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നതിനാണ് നിങ്ങൾ അവിടെ എന്താ പറഞ്ഞ വാക്ക്? ടഹർ, സ്റ്റോപ്പ്. അപ്പൊ ഏതാണ് വേണ്ടത്? രണ്ടാമത് കാണുന്ന ഠായാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിട്ട് പിക്ചറിന്റെ വാക്ക് മാത്രം പഠിച്ചാൽ മതി പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ശബ്ദകോശിലെ ആ വാക്കിന്റെ പിക്ചർ ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് ഈസി ആക്കി തരാൻ നോക്കുമ്പോ ഇവിടെ നിങ്ങൾക്ക് ടഫ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. കുറച്ച് ലീഫ് കാണുന്നുണ്ട് അല്ലേ? എന്താണത്? പേട് എന്നാണ് വരേണ്ടത് അല്ലേ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവിടെ?
പേട് എന്നുള്ളതിന് നമ്മള് പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണ്. ഒരു മരമല്ലേ ഇവിടെ കാണിക്കേണ്ടത്? ഇതെന്താ ഇവിടെ കാണിച്ചിരിക്കുന്നേ? മരത്തിന്റെ കമ്പ്. ഇതിന്റെ കൊമ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പേട് എന്നുള്ളതിന് പേട് എന്ന് എഴുതുമ്പോഴും ഡായുടെ അടിയിൽ ബ്രാഞ്ച് ആണ് അല്ലെ? ബ്രാഞ്ച് നമ്മൾ ഇവിടെ ഉണ്ട്. എവിടെയാ ബ്രാഞ്ച് പഠിച്ചത്? ടഹനി. ഫസ്റ്റ് ടാസെ ടഹനി ബ്രാഞ്ച്. ശരിയാ, ശാഖകളാ കാണുന്നല്ലേ അവിടെ? ഒരു വൃക്ഷത്തിന്റെ, ഒരു മരത്തിന്റെ കുറച്ച് കമ്പുകള്, ബ്രാഞ്ചസ്, ശാഖകള് അല്ലെ? അപ്പൊ അവിടെ ഇവിടെ ശബ്ദകോശത്തിന് രണ്ടാമത്തെ വാക്ക് കണ്ടോ? അതാണത്. എന്താണ്? ടഹനി. ടഹനി എന്നുള്ളതിന്റെ ടായാണ് അവിടെ എഴുതുന്നത്. ഫസ്റ്റ് ലെറ്റർ ആണ്. ഫസ്റ്റ് ലെറ്റർ സർക്കിൾ ചെയ്യാം. ലാസ്റ്റ് പിക്ചർ നോക്കി അതിന്റെ താഴെയുള്ളത് ബാസ്കറ്റ് അല്ലെ? എന്താ ബാസ്കറ്റിന് പറയാ? നമ്മളിവിടെ പഠിച്ചല്ലോ, ഡലിയ. ഡലിയ. അപ്പൊ ഏതാണ്? ഡായാണ്. ശരിക്കും നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാൽ മതിയായിരുന്നു. മിസ് പറഞ്ഞ് എല്ലാം പൊട്ടത്തെറ്റ് പറഞ്ഞു അല്ലെ? നിങ്ങളാവുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, നമ്പർ 2. അതെല്ലാവർക്കും കറക്റ്റ് ആയില്ലേ? ആ രണ്ടാമത്തെ ഒരു പിക്ചർ മാത്രം, അത് മിസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. റൊട്ടി എന്നാണ് സാധാരണ അതിന് പറയാ. അതെന്താണ് ഇപ്പൊ അതൊരു പിക്ചർ കാണുന്നത്? റൊട്ടി തന്നെയാണോ ആ പിക്ചർ? നോക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ദിയേ ഗയേ വർണ്ണോം സെ പഹലെ ആനെ വാല വർണ്ണ ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന വർണ്ണങ്ങൾ, അതായത് ലെറ്ററിൽ നിന്ന് അതിന്റെ ഫസ്റ്റ് ലെറ്റർ മിസ് ആയിട്ടുണ്ട്. ആ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ എഴുതണം. സോറി, ഫസ്റ്റ് ലെറ്റർ അല്ല, നിങ്ങൾ ആ വ്യഞ്ജനാക്ഷരത്തിന്റെ മുൻപിൽ വരുന്ന അക്ഷരം ഏതാന്ന് ചോദിക്കുന്നത്. ടാ ഠ. അടുത്ത ലെറ്റർ എന്താണ്? ഡായാണ് വരേണ്ടത്. മൂന്നാമത് എഴുതുന്ന ഡായാണ് വരേണ്ടത്. അതിന് ശേഷം ഠ തന്നിട്ടുണ്ട് അല്ലെ? ടാ ഠ ഡാ ഠ വന്നു. വീണ്ടും ഡാഷ് ഇട്ടിട്ട് ഡാ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡായുടെ മുമ്പിലത്തെ അക്ഷരം ഏതായിരിക്കും? അറിയോ? നമ്മള് രണ്ടാമത് എഴുതിയ ലെറ്റർ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ? ട ഠ ഡ ഠ. ഇതിവിടെ ഫിനിഷായി. അപ്പം ഇവിടെ വീണ്ടും ഡാഷ് ഡാ ഡാഷ് നാ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ വരേണ്ടത് ഈ രണ്ടാമത്തെ ലെറ്റർ ആണ്, ഠ. ഇവിടെ എഴുതിക്കോ, ഠ ഡ. അടുത്തത് ഈ ലെറ്റർ ഠ. നമ്മൾ വ്യഞ്ജനാക്ഷരം എഴുതുന്നില്ലേ? അത് തന്നെയാണിത്. ഏതൊക്കെ ലെറ്റർ ആയി ഒന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ട ഠ, മൂന്നാമത് ഡ വന്നു, ഠ വന്നു. അതവിടെ കഴിഞ്ഞു. വീണ്ടും ഡാഷ് ഇട്ടിട്ട് ഡായ്ക്ക് മുമ്പിൽ നമ്മൾ ഏതക്ഷരം എഴുതുന്നേ? രണ്ടാമത് കാണുന്ന ഠായാണ് എഴുതുക. അതവിടെ എഴുതുക. അടുത്ത ഡാഷിന്റെ അടുത്ത് ഡാഷ് നാന്ന കൊടുത്തിരുന്നത്. നായ എഴുതുന്നതിന് മുമ്പായിട്ട് എഴുതുന്ന അക്ഷരം ഏതാണ്? ഠ. അപ്പൊ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. സമജ്ഞയ്ക്ക് മനസ്സിലായോ എഴുതാനത്? മനസ്സിലായോ സമജ്ഞ? അവള് അൺമ്യൂട്ട് ആയിരിക്കും, അവിടെ ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതൊക്കെ ബോർഡിൽ എഴുതേണ്ട കാര്യമായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ വർക്ക് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ജോർ ജോർ സെ ബോൽക്കർ പഠോ. എന്താണ്? സേ അലൗഡ്, ഉറക്കെ വായിച്ച് പഠിക്കാനാ പറഞ്ഞ അക്ഷരങ്ങള്. ടാഠ ഡാഠ ന ഡ ഠ. नेक्स्ट देखिए नंबर 4, चित्र के नाम में आने वाली आवाज के वर्ण से मिलान करो. അവിടെ രണ്ട് സൈഡിലും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നടുക്കായിട്ട് രണ്ട് ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ദൗഡ് എന്നുള്ളതിന്റെയാണ്, നടക്കുക എന്നുള്ളതിന്റെയാണ് അവിടെ ഡാ കൊടുത്തിട്ടുള്ളത്.
ദേവപ്രിയക്ക് എന്താണ്? ഒന്നുമില്ല. നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. ഈ വർക്ക് ഒന്ന് ചെയ്ത് തീർക്കായിരുന്നു. അൺമ്യൂട്ട് ചെയ്യുമ്പോളെ ദേവപ്രിയ പെട്ടെന്ന്. എന്താണ്? വേഗം പറഞ്ഞോളൂ. ആ അവിടെ ആ ഒരാളെ ഇരുന്ന് പഠിക്കുന്ന അല്ലെ, വായിക്കുന്നതിന് പഠിന എന്നുള്ളതിന്റെ ഏതാണ്? നമ്മളിവിടെ പിക്ചർ കണ്ടില്ലേ? ഒരു കുട്ടി അവിടെ പഠിക്കുന്ന പിക്ചർ കണ്ടില്ലേ? ഇത് അതാണ് അവിടെ വരിക. അപ്പം ഏതൊക്കെ വരിക? താഴത്തെ ഠായാണ് അവിടെ മാച്ച് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ ഒരു താഴെ സടക്ക് എന്നുള്ളതിന്റെ മാച്ച് ചെയ്തില്ലേ? സടക്ക്, റോഡ്. അപ്പൊ ഫസ്റ്റ് ഡായാണ് റോഡിലേക്ക് വരിക, സടക്ക്. ഇത് ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു ലിഡ്, ഒരു പാത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ഡലിയ ബാസ്കറ്റ്. അവിടെ അത് കൊട്ടയാണ് അവിടെ കാണുന്നത്, പക്ഷെ അത് കറക്റ്റ് അല്ല, ഡലിയ അല്ല അത്. ഇവിടെ ലിഡ് പഠിച്ചില്ലേ? എവിടെയോ ഠക്കൻ, ഠക്കൻ പഠിച്ചില്ലേ? എവിടെയുണ്ട്? പേജ് നമ്പർ 45-ല്. ശരിക്കും ഠക്കൻ എന്ന് പറഞ്ഞ ലിഡ്, അടപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ആണത്. നിങ്ങൾ അവിടെ മാച്ച് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പഠിന എന്നുള്ളത് മാച്ച് ചെയ്യാം, സടക്ക് എന്നുള്ളത് മാച്ച് ചെയ്യാം. ആ ഒരു പാത്രം കാണുന്നത് മിസ് അടുത്ത ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നിങ്ങള് നോട്ട് ബുക്കിൽ എഴുതുന്ന വർക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആദ്യം കാണുന്ന പിക്ചേഴ്സിന്റെ ആ വാക്കുകള് ഒരു 5 പ്രാവശ്യം എഴുതുക, ശബ്ദകോശം 1 പ്രാവശ്യം എഴുതുക. എന്താണ് ഭവിക? നമ്മുടെ ടൈം കഴിഞ്ഞു, പറഞ്ഞോളൂ.